ഹലോ. പെർഫ്യൂം അത്തർ ഷോപ്പുള്ളവർ ധാരാളം പേര് അവരുടെ ബിസിനസ് വളർത്താനും സെയിൽ കൂട്ടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു ബിസിനസ് ഓണറുടെയും ആഗ്രഹമാണ് സെയിൽ കൂടിക്കാണണം, ഓരോ മാസം കഴിയുന്തോറും സെയിൽ കൂടണം, റവന്യൂ കൂടണം, ആ ബിസിനസ്സിൽ നിന്നുള്ള നമ്മളുടെ വരുമാനം കൂടണം എന്നുള്ളത്. പക്ഷേ പലരും ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ച് അത് പ്രോപ്പറായിട്ട് ചെയ്യാറില്ല. എന്താണ് നേരിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്നത്? പുതിയ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ബിസിനസ്സിലേക്ക് റവന്യൂ വരുന്നത്. നിലവിലുള്ള നിങ്ങളുടെ കുറച്ച് വാക്കിംഗ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ പെർഫ്യൂം ഷോപ്പിൽ വരുന്നത് കൊണ്ട് ബിസിനസ് നല്ല രീതിയിൽ വളർന്നോളണമെന്നില്ല. നിലവിൽ നിങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോകാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേട്ടുള്ളൊരു വളർച്ച വേണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണം. അതിന് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ബിസിനസ്സിനെ സോഷ്യൽ മീഡിയയിലേക്കും വ്യാപിപ്പിക്കുക. ഷോപ്പ് അവിടെ ഇരുന്നോട്ടെ, ഷോപ്പിൽ വാക്കിംഗ് കസ്റ്റമേഴ്സ് വന്നോട്ടെ, ആ ഒരു വിഭാഗത്തിൽ നിന്ന് സെയിൽ കിട്ടിക്കോട്ടെ. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ നിന്നും ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നിങ്ങൾ പഠിക്കണം. അവരെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു പെർഫ്യൂം പ്രൊഡക്റ്റ് എന്താണോ അത് എടുപ്പിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. റിപ്പീറ്റഡായിട്ട് അവരെ കൊണ്ട് ഒരു റിപ്പീറ്റ് പർച്ചേസിന് അവരെ വിധേയമാക്കണം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്കിംഗ് കസ്റ്റമേഴ്സിൽ നിന്നും നിങ്ങൾക്ക് സെയിൽ ലഭിക്കും, അതോടൊപ്പം ഓൺലൈനിൽ നിന്നും നിങ്ങൾക്ക് സെയിൽ ലഭിക്കും. പക്ഷേ അധിക ബിസിനസ് ഓണേഴ്സും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർഫ്യൂം ഷോപ്പുള്ളവരാവട്ടെ, മറ്റെന്തെങ്കിലും എന്ത് ബിസിനസ് ഉള്ളവരാണെങ്കിലും കാര്യങ്ങളിങ്ങനെ വഴുകിപ്പിച്ച് എല്ലാം തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങാമെന്ന് നോക്കിയിരിക്കും. അപ്പോഴത്തേക്ക് ഏറെക്കുറെ അതിൻ്റെ ട്രെൻഡും കാര്യങ്ങളും മാർക്കറ്റ് മെച്യൂർ ആവാമെന്ന് പറയും. ബിസിനസ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാർക്കറ്റ് മെച്യൂർ ആയതിനു ശേഷം ചാടി ഇറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ നഷ്ടമായിട്ടുണ്ടാവും. എല്ലാ പെർഫ്യൂം ഷോപ്പ് ഓണേഴ്സും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി ഒരു 19% ഇറങ്ങി, ഇനി എല്ലാവരും ഇറങ്ങുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ ഞാനും ഇറങ്ങിയേക്കാം. ഈ ഒരു പോയിന്റിലല്ല നിങ്ങൾ ഇറങ്ങേണ്ടത്. ഇവരൊക്കെ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക. ഇതെന്നെ കൊണ്ട് വർക്കൗട്ട് ആവും, മാസങ്ങളോളം വർഷങ്ങളോളം എന്ന് ചിന്തിക്കാതെ ചടപടയുന്ന കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുക. വർക്കൗട്ട് ആവണില്ലേ, ഒഴിവാക്കിക്കോ. എനിക്ക് എല്ലാ മെത്തേഡും എല്ലാ ബിസിനസ് ഓണേഴ്സിനും പറ്റിക്കോളണമെന്നില്ല. ഇനി പെർഫ്യൂം ഷോപ്പുള്ള ആളായിക്കോട്ടെ, എല്ലാവർക്കും സോഷ്യൽ മീഡിയ പറ്റിക്കോ. പക്ഷേ നിങ്ങൾ ഇറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ്, എനിക്ക് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് അറിയില്ല. നമുക്ക് ചെറിയൊരു റിസ്ക് മാത്രമാണ് ഇവിടെ ഉള്ളൂ. കുറച്ച് ടൈമും കുറച്ച് മണിയും സ്പെൻഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം, അത് വർക്കൗട്ട് ആവുമല്ലോ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കണം. എങ്ങനെ സോഷ്യൽ മീഡിയ വഴി കസ്റ്റമറെ കണ്ടെത്തി, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിൽ നിന്ന് കസ്റ്റമറെ കണ്ടെത്തി നമുക്ക് വാട്സപ്പിൽ ഓർഡർ ലഭിക്കുന്നു. നിങ്ങളുടെ വാട്സപ്പ്, നിങ്ങൾക്ക് വെബ്സൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. എത്ര ഓർഡേഴ്സ് ലഭിക്കും, കസ്റ്റമേഴ്സിന് എന്താണ് ആക്ച്വലി വേണ്ടത്, അത് ഈസി ആയിട്ട് നമുക്ക് പെർഫ്യൂം പ്രൊഡക്റ്റുകളെല്ലാം ഇന്ന് കൊറിയർ അയച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ ഷോപ്പിൻ്റെ പരസ്യം ലോക്കലായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഡിജി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പെർഫ്യൂം അത്തർ ഷോപ്പുള്ളവർക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം, സെയിൽ വർദ്ധിപ്പിക്കാം എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ശരിക്കും. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാല്യൂ ഈ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളത് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സെയിൽ വരും. ചുമ്മാ എന്തെങ്കിലും പറയുന്നതല്ല ഇത്. പഴയ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം പ്രോപ്പറായിട്ട് എങ്ങനെ സെയിൽ ലഭിക്കും. നമുക്ക് വേണ്ടത് സെയിലാണ്. വേറെ എന്ത് കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സെയിലില്ലാതെ അത് ചെയ്തു ഇത് ചെയ്തു ടെക്നോളജി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ സെയിലിലേക്ക് ലീഡ് ചെയ്താൽ മാത്രമാണ് നമുക്കത് പ്രോഫിറ്റബിൾ ആവുള്ളൂ. ഒരു ബിസിനസ് ഓണർ അവന് റവന്യൂ വർദ്ധിച്ചാൽ മാത്രമാണ് അതിലെന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. 5 ഇറക്കാൻ നേരത്ത്, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇറക്കാൻ നേരത്ത് 10 വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. 5 ഇറക്കാൻ നേരത്ത് 5 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടമാണ്. പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കണം. കസ്റ്റമറെ കൊണ്ടുവരിക, അവരെ കൊണ്ട് സാധനം എടുപ്പിക്കുക. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നു. ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു തന്നു. പ്രോപ്പറായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് സെയിൽ ലഭിക്കും. പക്ഷേ ഇതിലേക്ക് ഇറങ്ങാതെ ഇരുന്നിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാർക്കറ്റിംഗ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പ്രിൻ്റ് മീഡിയ ആയിരുന്നു. പത്രങ്ങൾ, മാഗസീൻ, അങ്ങനത്തെ പ്രിൻ്റ് മീഡിയ ആയിരുന്നു. ശേഷം റേഡിയോ വേവ്സിൻ്റെ കണ്ടുപിടുത്തം US മിലിറ്ററി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അവരത് ഡെവലപ്പ് ചെയ്യുന്നത്. റേഡിയോ വേവ്സിൻ്റെ കണ്ടുപിടുത്തവും കാര്യങ്ങളും എല്ലാം വന്നതോടുകൂടി റേഡിയോ ചാനലുകളായി. റേഡിയോയുടെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഒരുപാട് അതായത് ജനങ്ങളത് കേൾക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പരസ്യം മാർക്കറ്റേഴ്സ് കൊടുക്കലൂടെ. പിന്നെ അതിനുശേഷം TV, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ, പിന്നെ അതിനുശേഷം നമ്മളുടെ
ഇൻ്റർനെറ്റ് വന്നു, പിന്നെ അതിനുശേഷം പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയയും വന്നെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. കാരണം ഇത് മെച്യൂർ ആയിട്ടില്ല. ഇതിക്കും ആ മെച്യൂരിറ്റി വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാം. സോഷ്യൽ മീഡിയയിൽ കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ ഉണ്ട്. ഒരു നിശ്ചിത വിഭാഗം നിങ്ങളുടെ പ്രൊഡക്റ്റ്, പെർഫ്യൂം പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നു അവിടെ പരസ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിൽ വരുന്നത്. ഒരു കോമൺ സെൻസാണ്, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ അതറിയാം. എവിടെയാണ് ആളുകൾ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ നമ്മൾ പരസ്യം ചെയ്യണം. പക്ഷേ ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പരസ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഒരു മെയിൻ സ്ട്രീം TV ചാനലിൽ നമ്മുടെ പരസ്യം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവാണ്. നിങ്ങളുടെ ഒരു വർഷത്തെ മുഴുവൻ റവന്യൂ ചിലപ്പോൾ വേണ്ടി വരും ഒരു നിസ്സാരമായിട്ടൊരു ആഡ് റൺ ചെയ്യാനായിട്ട്. അപ്പോൾ കൺസ്യൂമറുടെ അറ്റൻഷൻ നമുക്ക് താങ്ങാവുന്ന റേറ്റിൽ കിട്ടണം, അല്ലെങ്കിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ വളരെ മിനിമം കോസ്റ്റിൽ കിട്ടണം. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ പ്രൈസ്ഡ് കൺസ്യൂമർ അറ്റൻഷൻ എന്ന് പറയും. കൺസ്യൂമറുടെ അറ്റൻഷൻ എവിടെ അണ്ടർ പ്രൈസ്ഡ് ആണോ, അണ്ടർ പ്രൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വാക്കിൽ തന്നെ നമുക്ക് പിടിച്ചെടുക്കാം, ന്യായ വിലയേക്കാളും താഴെ നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടർ പ്രൈസ്ഡ് ആണ് നിലവിലിപ്പോൾ. വേഗത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫ്രീ ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം, വളരെ ചെറിയ കോസ്റ്റിൽ പരസ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങളിതിലേക്ക് ഇറങ്ങേണ്ടത്. മാർക്കറ്റ് മെച്യൂർ ആയതിന് ശേഷമല്ല. കാര്യം എനിക്ക് വർക്കൗട്ട് ആവുന്നത് പെട്ടെന്ന് പരീക്ഷണം നടത്തുക. ഈ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർ പവറാണ്. ഏത് വിഷയത്തിലും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ അവരൊരു സൂപ്പർ പവറാണ്. നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചു നോക്കൂ. കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മൾ നോക്കാൻ നേരത്തെ എങ്ങനെയാണ് ഇവരിത് അച്ചീവ് ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവർ കുറേ ഫെയിൽ ആവുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ. കാരണം ഇവർ പരീക്ഷണങ്ങൾ വേഗത്തിൽ പെട്ടെന്ന് നടത്തും. പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഒരു പക്ഷേ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അതിനെയാണ് പരീക്ഷണം എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് പരീക്ഷണം എന്ന് പറയില്ല. ഓൾറെഡി റിസൾട്ട് നമുക്ക് ഏറെക്കുറെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും, അറിയാവുന്ന ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പറഞ്ഞു വന്നതിൻ്റെ ഇത്രയും കഥകളൊക്കെ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര കാലമായിട്ട് നിങ്ങൾ ഓൺലൈനിലായിട്ട് ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ ആ ബിസിനസ്സിൻ്റെ സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ശ്രമിക്കാം. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൽ വരും. അപ്പോൾ ഗ്രൂപ്പിൽ സ്റ്റേ ചെയ്യുക, ക്ലാസ്സുകൾ വരും. നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് വാട്സപ്പിലോ കോൾ ചെയ്തിട്ടോ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.